ഡിയേഴ്സ് എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഓറിഫ്ലെയിമിനെ കുറിച്ചാണ്. അപ്പോൾ ഓറിഫ്ലെയിം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത്യാവശ്യം പറഞ്ഞു തരാം. അതിന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എന്താ പറയുക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയുക വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഓറിഫ്ലെയിം? ഓറിഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ വർക്കാണ്, ഓൺലൈൻ ബിസിനസ്സാണിത്. ശരിക്കും ഇന്ത്യൻ കമ്പനിയല്ല, സ്വീഡൻ കമ്പനിയാണ്. നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് കേട്ടോ. ഇത് നമുക്ക് ഷോപ്പുകളിലൊന്നും നമുക്ക് കൊണ്ടുപോയി വിൽക്കാനോ ഒന്നും പാടില്ല. നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ട്, അതായത് ബ്യൂട്ടി വെൽനെസ് ഉള്ള പ്രൊഡക്റ്റുകളൊക്കെയാണ് കേട്ടോ. ഇന്നർ ആൻഡ് ഔട്ടർ ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. അതായത് നമുക്ക് ലേഡീസാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ലേഡീസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യാനായിട്ട് എളുപ്പം. അതായത് പുറത്ത് പോയി ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വിദ്യാഭ്യാസം ഉള്ളതോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കൂടി ഇല്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി. വർക്ക് ചെയ്യണമെന്ന് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് ഇൻട്രസ്റ്റോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റും. അതായത് പുറത്ത് പോയി വർക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റാത്ത വീട്ടമ്മമാർക്കൊക്കെ ലേഡീസിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ പറ്റും. നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. ശരിക്കും ഒരുപാട് നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ക്യാഷ് മാത്രമല്ല, നമുക്ക് റെക്കഗ്നീഷൻ ഉണ്ടാവും. നമുക്കതുപോലെ ഫോറിൻ ട്രിപ്പുകളുണ്ട്. നമ്മൾ ഓരോ ലെവൽ കയറിയാലും ഓരോ കോൺഫറൻസുകളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്ത് നമുക്ക് നല്ല ട്രാവൽ ചെയ്യാനൊക്കെ പറ്റും. എല്ലാവരും എന്താ പറയുക ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? ഇഷ്ടപ്പെടാത്തവരാരുമില്ല. ശരിക്കും നമുക്ക് കയ്യിൽ നിന്ന് പൈസ മുടക്കി നമുക്ക് യാത്ര പോകാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. പ്രത്യേകിച്ച് സാധാരണക്കാരായ ആൾക്കാർക്ക്, വീട്ടമ്മമാർക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സാധിക്കില്ല. ചിലർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾ, വീട്ടിലെ പ്രാരാബ്ദങ്ങളൊക്കെ കാരണം ജോലിക്ക് പോകാനായിട്ട് സാധിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ശരിക്കും നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ ഇത്. വർക്ക് ചെയ്യുന്നവർക്കും ചെയ്യാം, അങ്ങനെയുള്ളവരും ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. ആർക്ക് വേണമെങ്കിലും ഇവിടെ എഡ്യൂക്കേഷനൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് ജസ്റ്റ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കമ്പനി നമുക്ക് നല്ല മീറ്റിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് വർക്ക് ചെയ്യാം കേട്ടോ. ഇത് ശരിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. നിങ്ങളത് ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്താൽ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കിതൊരു സക്സസ് പ്ലാൻ ഉണ്ട് ഇതിന്. ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. അത് പറയാൻ ഞാൻ ആദ്യം തന്നെ പറയാൻ വിട്ടുപോയി. ₹1 പോലും നമുക്കിതിനകത്ത് മുടക്കില്ല. നമ്മൾ ഫ്രീ ആയിട്ട് അതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മൾ ജെനുവിൻ ആണോന്ന്, അതായത് നമ്മളൊരു ID എന്തെങ്കിലും ഒരു പ്രൂഫ് വേണമെന്ന് മാത്രം. കാരണം ഇത് ജെനുവിൻ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സ്വീഡൻ കമ്പനിയാണ് കേട്ടോ, ഇന്ത്യൻ കമ്പനി അല്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ ഒന്നാണിത്. ആദ്യമായിട്ട് IDC ഇന്ത്യയിൽ രൂപീകരിച്ചതും നമ്മുടെ ഓറിഫ്ലെയിം ആണ് കേട്ടോ. അതിൻ്റെ പാർട്ട്ണറായിട്ട് ഓറിഫ്ലെയിം ആണ് ആദ്യമായിട്ട് ഇതിനകത്ത് പങ്കാളിയാണ്. അപ്പം ഈ ഇന്ത്യയിൽ ഇത് തുടങ്ങിയിട്ട് 29 ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. മൊത്തത്തിൽ അല്ലാതെ ശരിക്കും പിന്നെ ഓറിഫ്ലെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് 58 കൊല്ലം 59 കൊല്ലത്തോളമായി. ഇത് 60 രാജ്യങ്ങളിൽ മേളിൽ ഇത് എന്താ പറയുക ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് വീട്ടമ്മമാരുണ്ട്. എന്താ പറയുക ലേഡീസിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ജെൻസും വർക്ക് ചെയ്യാറുണ്ട്. നമ്മളിത് കേരളത്തിൽ കൂടുതലും ഞങ്ങളൊക്കെ ചെയ്യുന്നതിൽ ലേഡീസാണ് കേട്ടോ കൂടുതൽ. ഒത്തിരി ലേഡീസിൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് വന്നവർ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ടൈമാണ്. എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇതിലിരിക്കണമെന്നല്ല. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോക്കാനും പറ്റും. ഇതിനകത്ത് മീറ്റിങ്ങുകളുണ്ടാവും. നമുക്ക് തരുന്ന മീറ്റിങ്ങുകൾ അവൈലബിൾ ആയ ടൈമിൽ നമ്മളത് കൂടി നമുക്ക് മീറ്റിങ്ങിൽ കൂടിയാണ് നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ, അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു സക്സസ് പ്ലാൻ അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ബിസിനസ്സാണ്, സ്വാഭാവികമായിട്ടും നമുക്ക് സക്സസ് പ്ലാൻ ഉണ്ടാവും. അതിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ബാക്കിയുള്ളതിലൊക്കെ സക്സസ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഇവർ പറയുന്ന ടാർഗറ്റ് അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം, ഇത്ര ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ബിസിനസ് പോയിന്റ് ഉണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അതായത് പ്രൊഡക്റ്റ് ഉണ്ട്. നമുക്ക് ബ്യൂട്ടി ആൻഡ് വെൽനെസ് പ്രൊഡക്റ്റാണ്. ഇന്നർ ആൻഡ് ഔട്ടർ ബ്യൂട്ടി എന്താ പറയുക ഫോക്കസ് ചെയ്യുന്ന ബ്യൂട്ടി പ്രൊഡക്റ്റുകളാണ്. ബ്യൂട്ടി മാത്രമല്ല വെൽനസ് പ്രൊഡക്റ്റും ഉണ്ട് കേട്ടോ. അതായത് ഫുഡ് സപ്ലിമെൻറ്റ്സ് ഒക്കെയാണ്. എല്ലാം നാച്ചുറലാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഔട്ടർ ബ്യൂട്ടിക്കാണല്ലോ, അതായത് നമുക്ക് മുഖത്ത് ഇപ്പോൾ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, ജെൻസ് കെയർ സെറ്റുകളും അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് പിമ്പിൾസ് പോകാൻ, പിഗ്മെൻറ്റേഷൻ പോകാൻ, അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. അതെല്ലാം നാച്ചുറലാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇതിലൊന്നും സൈഡ് എഫക്റ്റ് ഇല്ല.
സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞങ്ങളെല്ലാവരും, അതായത് നമുക്കിതിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് മേടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് നമ്മളത് ജോയിൻ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ മേടിക്കും. ബ്യൂട്ടി പ്രൊഡക്റ്റ് ആയതുകൊണ്ടല്ല, നമ്മൾ ഈവൻ ഞാൻ ഒരു സാധനവും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇതിനകത്ത് ജോയിൻ ചെയ്താൽ പിന്നെ നമുക്കതിൻ്റെ ഒരു എന്താ പറയുക പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ മേടിക്കും. അപ്പോൾ നമുക്ക് അതായത് ബിസിനസ് പോയിന്റ് കയറണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ബിസിനസ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് മൂവ് ആകുന്നതനുസരിച്ചാണ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ഓരോ സൈസ്, അതായത് വ്യത്യാസമുള്ള ഡിഫറെൻറ്റ് ബിസിനസ് പോയിന്റുകളായിക്കോട്ടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ബിസിനസ് പോയിന്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് ലെവൽ കയറും. നമ്മൾ 120 BP, അതായത് BP എന്ന് പറയുമ്പോൾ ബിസിനസ് പോയിന്റ് ആണ് കേട്ടോ, നമ്മുടെ ബ്ലഡ് പ്രഷർ അല്ല. അപ്പോൾ 100 അല്ലെങ്കിൽ 120 ബിസിനസ് പോയിന്റ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇൻകം എലിജിബിലിറ്റി ആവണം. ഫസ്റ്റ് ലെവൽ നമ്മൾ 200 BP ആണ്. അതൊക്കെ നിങ്ങൾക്ക് സക്സസ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മളത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിലും തരും. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ 200 ബിസിനസ് പോയിന്റ് എന്താണ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ വിശദീകരിക്കാൻ പോയാൽ ലോങ് വീഡിയോ ആയി പോകും. നമുക്കതുകൊണ്ട് കറക്റ്റായിട്ട് അത്രയും അങ്ങോട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തരും. നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് മീറ്റിങ്ങുകളിൽ കൂടെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തരും കേട്ടോ. ഇതിപ്പം ജസ്റ്റ് ഞാനൊരു എന്താ പറയുക, ഇതെന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ, വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, അപ്പോൾ നമുക്ക് ബിസിനസ് പോയിന്റ് കയറുന്നതനുസരിച്ച് ഓരോ ലെവലുകൾ നമ്മൾ കയറുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പൈസ മുടക്കില്ലാന്ന് ഞാൻ പറഞ്ഞു. ഇത് ജെനുവിനാണ്, കള്ളത്തരം പറയണതല്ല. നമുക്ക് എന്താ പറയുക പൈസ മുടക്കൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. നമ്മളെല്ലാം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പൈസ മുടക്കാതെ തന്നെ മിക്ക എന്താ പറയുക ഇങ്ങനെ ഒരു ഓൺലൈൻ ഒരുപാട് വർക്കുകളുണ്ട്. എല്ലാവരും ഓക്കെ, നമുക്ക് എല്ലാവരും വർക്ക് ചെയ്യുന്നത് വേറെ ആൾക്കാരും ഉണ്ട്. പക്ഷെ മിക്കതിലും തന്നെ നമുക്ക് പൈസ മുടക്കിയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ എടുക്കുകയും ചെയ്യണം. ഇതിനകത്ത് പ്രൊഡക്റ്റ് എടുക്കേണ്ടവർക്ക് എടുക്കാം എന്നേ ഉള്ളൂ. നമ്മളത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ മതി. നമുക്ക് ബിസിനസ് പോയിന്റ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുകയൊന്നും വേണ്ട, അത് നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചാൽ മതി. അപ്പോൾ കസ്റ്റമറിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് എന്ന് വെച്ചാൽ, നമ്മളതെല്ലാം ഓൺലൈൻ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ യൂട്യൂബാണെങ്കിൽ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഇതൊക്കെ യൂസ് ചെയ്യാത്തവർ ആരും ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം എല്ലാവർക്കും, എത്ര നമ്മൾ ജോലിക്ക് പോകുന്നില്ലാത്തവരാണെങ്കിലും നമുക്കൊരു സ്മാർട്ട് ഫോൺ ഇല്ലാതിരിക്കില്ല. സ്മാർട്ട് ഫോൺ വേണം, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തെ ഒരു എന്താ പറയുക നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പവർഫുള്ളായ അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ പിന്നെ നമുക്ക് ഇതൊന്നും വേണമെന്നൊന്നുമില്ല, ഫോൺ വേണമെന്നൊന്നുമില്ല. സ്മാർട്ട് ഫോൺ നമുക്ക് സാധാരണ ഒരു സ്മാർട്ട് ഫോൺ, നമുക്ക് അത്യാവശ്യം വീഡിയോ റെക്കോർഡ് ചെയ്യാനും നമ്മുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനും പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ലേ, ഒരു സ്മാർട്ട് ഫോൺ അത് വേണം, അത്രയേ ഉള്ളൂ. അതിലൂടെ നിങ്ങൾക്ക് ഇരുന്ന് വർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട, പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് എടുത്തിട്ടാലും നമ്മൾ റീൽസ് ചെയ്താലും നമുക്ക് റീച്ച് കിട്ടും. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ലാത്തവരാണ് എല്ലാവരും തന്നെ. എന്ന് വെച്ചാൽ അത്യാവശ്യം വീഡിയോസൊക്കെ കാണുന്നു, റീൽസ് കാണുന്നു, അതൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് റീച്ചായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ എന്നും എന്താ പറയുക കൺസിസ്റ്റൻസി ആയിട്ട് അത് വർക്ക് ചെയ്താൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളിതിനകത്ത് വീഡിയോസ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ റീച്ചായി നമ്മളൊരു പ്രൊഫഷണൽ മോഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഓർഡറുകളൊക്കെ കിട്ടും. കാരണം അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇത്രയും നാൾ എടുക്കണ്ടേ, പക്ഷെ ഒരുപാട് സമയം വേണ്ട. നമ്മളെന്നും ഇൻട്രസ്റ്റോട് കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് നല്ല ലെവല് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലീഡേഴ്സ് ഉണ്ട്. അവരുടെ ഓരോരുത്തരുടെ അണ്ടറിലേക്ക് നമ്മുടെ അണ്ടറിലേക്ക് ആൾക്കാർ വന്നു കഴിയുമ്പോൾ നമ്മൾ മാത്രമല്ല ബിസിനസ് പോയിന്റ് എടുക്കുന്നത്, നമ്മുടെ ബിസിനസ് പോയിന്റും അതുപോലെ നമ്മുടെ അണ്ടറിലേക്കുള്ള ആൾക്കാർ ബിസിനസ് പോയിന്റ് എല്ലാം കൂടിയാണ് നമുക്കൊരു നല്ല ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ അടിയിലേക്ക് ആൾക്കാർ വന്നാലല്ലേ പറ്റുള്ളൂ എന്ന്. പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങൾ തന്നെയല്ല, നമ്മുടെ ലീഡേഴ്സ്, നിങ്ങളുടെ മുകളിലേക്കുള്ള ആൾക്കാരെല്ലാം നമ്മുടെ അടിയിലേക്ക് ആൾക്കാരെ ചേർത്ത് വിടും. ഓരോ ലെഗ് സിസ്റ്റങ്ങളുണ്ട്, ഒരു 2 ലെഗ് സിസ്റ്റം, 3 ലെഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അത് എന്താ പറയുക ഓൺലൈൻ ഒരു ബിസിനസ് ആകുമ്പോൾ അതങ്ങനെയാണ്, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് സാധാരണയായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഇതിനെക്കുറിച്ച് അത്യാവശ്യം അറിയാവുന്നവർക്കറിയാം. പിന്നെ ആൾക്കാരെ ചേർക്കണമല്ലോ, ആൾക്കാരെ പിടിക്കണമല്ലോ എന്നൊക്കെ ചിലർ പറയും. പക്ഷേ ആൾക്കാരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള, നമ്മളിതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റോടുകൂടി വർക്ക് ചെയ്താൽ മാത്രം നമുക്ക് ഇതിനകത്തുനിന്ന് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. അതും ഒരു ഫിക്സ്ഡ് ഇൻകം അല്ല, ഓരോ മന്തിലും നമ്മൾ ഓരോ ലെവൽ കയറുന്നതനുസരിച്ച് നമുക്ക് ഇൻകം കൂടി വരും. നമുക്കൊരു എന്താ പറയുക ഇൻകം മാത്രം എന്ന് പറഞ്ഞാൽ ഇൻകം ഒരു മന്ത്ലി തരുന്ന ഇൻകം മാത്രമല്ല, നമുക്ക് പ്രോഫിറ്റുകളുണ്ട്. അതായത് നമുക്കിപ്പോൾ കസ്റ്റമർ റേറ്റും നമ്മുടെ റേറ്റും വ്യത്യാസം ഉണ്ടാവും.
അപ്പോൾ നമ്മുടെ റേറ്റിൽ എടുത്ത് കസ്റ്റമർ റേറ്റിൽ കൊടുത്താലും നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. അതായത് ഇപ്പോൾ ഒരു 500 ഒരു സാധനം കസ്റ്റമർ റേറ്റ് 700 നമുക്ക് കസ്റ്റമർ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 200 രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ഡെയിലി വരുമാനം ഉണ്ടാക്കാൻ പറ്റും, ഡെയിലി നമ്മുടെ പ്രൊഡക്റ്റ് പോയാൽ അല്ലേ. അതുപോലെ നമുക്ക് ലിങ്ക് ഉണ്ടാവും. നമ്മളിതിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഐഡിയും പാസ്വേഡും ഉണ്ട്. ആ ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ലിങ്ക് വഴി നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് കഴിയുമ്പോൾ ആൾക്കാർ ഓരോരുത്തർക്കും ഓരോരോ ഐഡിയും ഓരോ പാസ്വേഡും ഒക്കെ ഉണ്ട്. അത് നമ്മുടേത് വഴി ഇപ്പോൾ എൻ്റെ ഒരു ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് ഒരാൾ പർച്ചേസ് ചെയ്താൽ, അതായത് നമ്മൾ ഓൺലൈൻ വഴി നമ്മൾ ഈ ലിങ്ക് വഴി ആൾക്കാർ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഐഡിയിൽ നിന്നാണല്ലോ ആ ഒരു പർച്ചേസിങ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. അതായത് നമുക്ക് വീക്കിലി അല്ലെങ്കിൽ നമുക്ക് ഇൻകം കിട്ടുമ്പോൾ പോകുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു 10% നമുക്ക് കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു തരത്തിലല്ല നമുക്ക് ഇൻകം ഉണ്ടാകുന്ന, മന്ത്ലി ഉണ്ടാകുന്ന ഒരു ഇൻകം കൂടാതെ നമുക്ക് ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ്, അതുപോലെ ബോണസുകൾ, അതുപോലെ ക്യാഷ് അവാർഡുകൾ. ഒരു കമ്പനിയും ക്യാഷ് അവാർഡ് കൊടുക്കാറില്ല. ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. നമുക്കിത് ക്യാഷ് അവാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്ടർ ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇൻകം പ്ലസ് ആ സെയിം എമൗണ്ട് ക്യാഷ് അവാർഡായിട്ട് കിട്ടും. അതായത് 50,000 രൂപയാണ് നമ്മുടെ ഇൻകം എങ്കിൽ നമുക്ക് പ്ലസ് 50,000 നമുക്ക് അതായത് ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് 50,000 പ്ലസ് 50,000 ക്യാഷ് അവാർഡ് നമുക്ക് നമ്മുടെ കമ്പനി തരും. ഇതിന് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചുമ്മാ പറയണം. ചുമ്മായല്ല. നിങ്ങൾക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും സക്സസ് പ്ലാനുകൾ നോക്കിയാൽ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മളതെല്ലാം വീഡിയോസും ഫോട്ടോസായിട്ടൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുപോലെ ഓരോ ഡയറക്ടർ ലെവൽ കയറുന്തോറും പിന്നെയുണ്ട് സീനിയർ ഡയറക്ടർ, ഗോൾഡ് ഡയറക്ടർ, ഡയമണ്ട് ഡയറക്ടർ, അങ്ങനെ ഒരുപാടുണ്ട്. അതിലേക്ക് ഇൻകം കൂടുതലാണ്. ചില 50,000 ആണെങ്കിൽ പിന്നീട് 1 lakh ആവും, പിന്നെ 1.5 ആവും. അപ്പോൾ 1.5 പ്ലസ് 1.5 ക്യാഷ് അവാർഡ്, 1 lakh പ്ലസ് 1 lakh ക്യാഷ് അവാർഡ്. അങ്ങനെയാണ് നമുക്ക് ക്യാഷ് അവാർഡുകൾ കിട്ടുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് ഫോറിൻ ട്രിപ്പുകളുണ്ട്. ഫോറിൻ ട്രിപ്പ് എന്ന് പറയുമ്പം നമുക്ക് ഒരു പൈസ മുടക്ക് പോലും ഇല്ല. എല്ലാം നമ്മുടെ കമ്പനിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കമ്പനി തന്നെ നമ്മൾ ടിക്കറ്റുകൾ ക്വാളിഫൈ ആകുന്നതനുസരിച്ച്, അതായത് ചിലപ്പോൾ 2 ടിക്കറ്റ് 3 ടിക്കറ്റ് ആവും, നമ്മുടെ ഫാമിലിയെ കൊണ്ട് നമുക്ക് ഫോറിൻ ട്രിപ്പുകൾ പോകാൻ പറ്റും. ഒരു പൈസ മുടക്ക് പോലും നമുക്കില്ലാതെ, ഒറ്റ പൈസ മുടക്ക് പോലും ഇല്ലാതെ കമ്പനി തന്നെ നമ്മളെ കൊണ്ടുപോയി. അതും ഫോറിൻ രാജ്യങ്ങളാണ്. അത് നമുക്ക് 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളിൽ നമുക്ക് സൂപ്പർ എന്താ പറയുക ഫെസിലിറ്റീസോടുകൂടി നമുക്ക് അക്കോമഡേഷൻ അവൈലബിൾ ആവും. ഫുഡ് ആകേണ്ട അക്കോമഡേഷൻ എല്ലാം ഉണ്ടാവും. നമുക്ക് ട്രാവൽ ചെയ്യാൻ, നമുക്ക് എല്ലായിടം കാണാൻ പോകാം. ഇതെല്ലാം നമുക്ക് കമ്പനിയാണ് തരുന്നത്. കമ്പനി തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത്, ഇത് ഏതെങ്കിലും കമ്പനിക്കാർ അങ്ങനെ കൊണ്ടുപോകാറുണ്ടോ? ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, ഫാമിലിയോട് കൂടി നമ്മളെ കൊണ്ടുപോകുന്നു. അതൊക്കെ ഡ്രീമാണല്ലേ ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മളിതിന് താല്പര്യത്തോടെ ശ്രമിച്ചാൽ നമുക്ക് നല്ല ലെവൽ അച്ചീവ് ചെയ്ത് നല്ല എന്താ പറയുക പൈസ ഉണ്ടാക്കാനും, അതുപോലെ ട്രാവൽ ചെയ്യാനും, അതുപോലെ നമുക്ക് എന്താ പറയുക ഇന്നർ ആൻഡ് ഔട്ടർ ബ്യൂട്ടി നമുക്ക് കൂടുതൽ നല്ല ഒരു ഇതാക്കാനും സാധിക്കും. ഇന്നർ ആൻഡ് ഔട്ടർ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. വെൽനസ് പ്രൊഡക്റ്റുകളുണ്ട്. അതായത് നമുക്ക് വണ്ണം കുറയ്ക്കാനുള്ളവർക്കുണ്ട്. ഹെൽത്തി ആയിട്ടാണിത്. ഒന്നും സൈഡ് എഫക്റ്റ് ഉള്ളതല്ല. നിങ്ങൾ ഇപ്പം ഇപ്പോൾ ആൾക്കാർ പറയണമെന്ന് എന്ന് വെച്ചാൽ നീ വർക്ക് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് നിൻ്റെ കമ്പനിയുടെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് നാച്ചുറൽ ആണെന്നുള്ളതെന്ന്. പക്ഷേ ഇത് അതിനേക്കാളും കൂടുതൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ അതിൽ 100% വിശ്വാസം വേണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹെൽത്തി ആയിട്ട് വണ്ണം കൂട്ടാനും, ഒരുപാട് വണ്ണം വയ്ക്കാനല്ല, അത്യാവശ്യം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ നല്ല പ്രൊഡക്റ്റുകളുണ്ട്. അതുപോലെ വണ്ണം കുറയ്ക്കേണ്ടവർ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഒബേസിറ്റി, ഒരുപാട് വണ്ണം ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വണ്ണം കുറയ്ക്കാൻ അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ട്, ന്യൂട്രിമീൽ എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ന്യൂട്രിമീലൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ണം അതും ഹെൽത്തിയാണത്. അത് മൾട്ടി വൈറ്റമിൻ, പ്രോട്ടീൻ, മിനറൽസ് കൊണ്ടുള്ളൊരു പൗഡറാണ്. ഒരു കെമിക്കൽസും ഇല്ല. ഞങ്ങളിൽ തന്നെ വർക്ക് ചെയ്യുന്നവർ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ 100% വണ്ണം കുറഞ്ഞവർ, റിസൾട്ട് കിട്ടിയവരാണ് കേട്ടോ. അതായത് 112 കിലോയിൽ നിന്നും 80 കിലോ ആയവരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആർക്കും സാധിക്കും. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്കുള്ളത്. നമുക്ക് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് എന്താ പറയുക അതായത് മൾട്ടി വൈറ്റമിൻസ്, ഇതെല്ലാം ഫുഡ് സപ്ലിമെൻ്റ് ആണ്. ഒമേഗ 3 അതൊക്കെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ് കേട്ടോ. നാച്ചുറലാണ്, ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഒമേഗ 3 മൾട്ടി വൈറ്റമിൻ എല്ലാം ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതായത് നമുക്ക് വൈറ്റമിൻസിൻ്റെ കുറവെന്ന് പറയുന്നത് ഭയങ്കരമാണ് അല്ലേ എല്ലാവർക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വൈറ്റമിൻസ് എല്ലാം കുറഞ്ഞു പോകും. അത് ആർക്കും ഒമേഗ 3 എന്ന് പറയുന്നത് 3 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാ കുഞ്ഞുങ്ങളും യൂസ് ചെയ്യാവുന്ന ആണ് ഒമേഗ 3 മെയിൻ ഗുളിക എന്ന് പറയും. നിങ്ങളതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അത്യാവശ്യം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഔട്ടർ ബ്യൂട്ടിക്കുള്ളത് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് മേക്കപ്പ് ഐറ്റംസ്, അതായത് ബ്യൂട്ടി പ്രൊഡക്റ്റ് മേക്കപ്പ് ഐറ്റംസ് മാത്രമല്ല, അതുകൊണ്ട് അല്ലാതെ നമുക്ക് മുഖത്തെ പാട് പോവാൻ, മുഖം അത്യാവശ്യം ഒന്ന് ഗ്ലോ ആവാൻ, അതുപോലെ സൺടാൻ, അതുപോലെ ഇങ്ങനെ ടാനുകൾ പോവാൻ, അതുപോലെ എന്താ പറയുക, നമുക്ക് കുരുക്കൾ, അതുപോലെ ബ്ലെമിഷസ്, എന്താ പറയുക, കാര, അതൊക്കെ പോകാനൊക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉള്ളത് 100% റിസൾട്ട് ഉള്ളതാണ്. പക്ഷേ ഒറ്റ ദിവസം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. ഏത് പ്രൊഡക്റ്റ് ആണല്ലോ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ഇത്ര 2 വീക്സ് അല്ലെങ്കിൽ 1 മന്ത് അങ്ങനെയൊക്കെ പറയണ്ട. ആ കണ്ടിന്യൂ കാലയളവിൽ നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു സെറ്റായിട്ട് നിങ്ങൾ മേടിച്ചാൽ ഒരുപാട് നാൾ, അതായത് 6 മാസത്തോളം മേളിൽ യൂസ് ചെയ്യാനുണ്ട് താനും. ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ എല്ലാവരും പറയണ കാര്യമെന്ന് വെച്ചാൽ റേറ്റ് നമുക്ക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിന് റേറ്റ് ഉണ്ടാകും. അപ്പം നിങ്ങൾ ഇത് എന്താ പറയുക, നമ്മൾ കമ്പനി പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റുകൾ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം റേറ്റ് ഉണ്ട്. ആ റേറ്റ് അപ്പോൾ അതിനോടനുസരിച്ചുള്ള ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുത്താൽ പോലും അതിൻ്റേതായ ഒരു റേറ്റിന് കൂടുതലനുസരിച്ച്, അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റുകൾക്ക് അനുസരിച്ച് നല്ല റേറ്റുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നല്ല റേറ്റ് ഉള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവും ഇല്ലേ. ഇത് തന്നെയാണ് ഇതിനകത്തും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ്. നിങ്ങൾക്ക് കുറേ നാൾ യൂസ് ചെയ്യുകയും ചെയ്യാം, റിസൾട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ പിന്നെയുള്ളത് വർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, വർക്കിംഗ് സിസ്റ്റം നമുക്ക് എല്ലാം ഓൺലൈൻ വഴിയാണ്. ഇപ്പോൾ നമ്മൾ ആഡുകൾ ക്രിയേറ്റ് ചെയ്ത്, അതായത് പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിലും റിക്രൂട്ട്മെൻ്റ് എന്ന് പറയും, നമുക്ക് ആളെ ചേർക്കാൻ. അതൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, സോഷ്യൽ മീഡിയ വഴി വർക്ക് ചെയ്യുന്നത്. നമുക്ക് 2 വർക്കാണ് ഇത് ഇതിനകത്ത്, പ്രൊഡക്റ്റ് പ്രൊമോഷനും റിക്രൂട്ട്മെൻറ്റും. അതായത് നമുക്ക് ആൾ വേണം. നമുക്ക് ഗ്രൂപ്പ് ബേസാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ തന്നെയല്ല. ഗ്രൂപ്പ് ബേസ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഭാഗ്യം കറണ്ട് വന്നു. ഇവിടെ എപ്പോഴും കറണ്ട് പോക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് വൈസ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻകം, അതായത് നമുക്ക് ലെവൽ കയറണമെങ്കിൽ, നമുക്ക് ഇൻകം കൂടണമെങ്കിൽ നമുക്ക് ആൾക്കാർ വേണം നമ്മുടെ അണ്ടറിലേക്ക്. അപ്പം ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു, അപ്പോൾ എൻ്റെ അണ്ടറിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് നമുക്ക് മുകളിലേക്കുള്ള നമുക്ക് സപ്പോർട്ടിന് എല്ലാവരും ഉണ്ട്, നമുക്ക് ലീഡേഴ്സ് ഉണ്ട്, നമുക്ക് മീറ്റിങ്ങുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും ഒരുപാട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും മീറ്റിംഗ് എടുത്തതിന് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾ തന്നെയല്ല, ഇപ്പം ഞാൻ എൻ്റെ അണ്ടറിലേക്ക് ഞാൻ തന്നെയല്ല ആൾക്കാരെ ചേർക്കുന്നത്. നമുക്ക് മുകളിലേക്ക് ലീഡേഴ്സും ഉണ്ട്. എല്ലാ സപ്പോർട്ടിനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ലീഡേഴ്സ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വർക്കിംഗ് സിസ്റ്റം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് ലേഡീസ് വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് കഷ്ടപ്പാടിൽ നിന്ന് വരുന്നവരുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളീയർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇതൊക്കെ ശരിയാവുമോ, വിജയിക്കുമോ എന്നൊരു ടെൻഷനാണ്. പക്ഷേ നിങ്ങൾ തമിഴ്നാട്ടിലെ ഒറിഫ്ലെയിമിൻ്റെ ഒക്കെ ഫാമിലിയെ നോക്കണം. ശരിക്കും 3ാം ക്ലാസ് വിദ്യാഭ്യാസമൊക്കെ അവർ കളിയാക്കിയതല്ല കേട്ടോ ഞാൻ. എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ നമുക്ക് വേണം, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമാണ്, നമ്മുടെ എന്താണ് നേടേണ്ടതെന്നുള്ള ആഗ്രഹം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതായത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ലെവലിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. ആ ചേച്ചിയൊക്കെ പുള്ളിക്കാരിയൊക്കെ മീൻകാരൻ്റെ വൈഫാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ അങ്ങനെ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ അപ്പോൾ അവരെയൊക്കെ കാണണം. ഈ 3 ലക്ഷം മേളിലൊക്കെ ഇൻകം മേടിക്കുന്നു. ഇഷ്ടം പോലെ പൈസയാണ്. അവിടെ നിന്നൊക്കെ മാറി നല്ല ഫ്ലാറ്റിലേക്കൊക്കെ മാറി നല്ല സൂപ്പറായിട്ടുള്ള ലൈഫ്. അതുപോലെ നമുക്കുള്ള ഇതിനകത്ത് ഒരുപാട് ഡ്രീം പ്രോഗ്രാമുകളുണ്ട് കേട്ടോ. ഡ്രീം പ്രോഗ്രാം എന്ന് പറയുമ്പം അതിനെക്കുറിച്ച് ജസ്റ്റ്, അതായത് നമുക്ക് കാറ് മേടിക്കാം, വീട് മേടിക്കാം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ മാരേജ്, അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് കമ്പനി പൈസ തരും. ഇതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഡ്രീം പ്രോഗ്രാമുകൾ സൈൻ ഇടാനായിട്ട് നമുക്കുള്ളതാണ്. ഇതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനകത്ത് മേടിക്കുന്നതാണ്. അങ്ങനെയാണ് മിക്കവരും തന്നെ വീടൊക്കെ വെച്ചേക്കുന്നത്. നമുക്ക് നമ്മുടെ ലൈഫിൽ എന്താണോ വേണ്ടത് അതെല്ലാം നമുക്ക് ഓറിഫ്ലെയിം കൊണ്ടുതരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓറിഫ്ലെയിം നമുക്ക് തരും. ഇത് കള്ളത്തരമൊന്നുമല്ല, നിങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അത്ര ഉറപ്പോടുകൂടി പറയണേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും തരുന്നതാണ്. എന്താ പറയുക, നമുക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേടണം എന്നുള്ള മനസ്സുള്ളവർക്ക് എല്ലാവർക്കും ഇത് നേടാൻ പറ്റും. ആത്മാർത്ഥമായിട്ട് സമയം കൊടുത്താൽ. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും, അതായത് ഇതിൽ തന്നെ ഇരുന്നാൽ മതിയോ എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഇരിക്കേണ്ട. നിങ്ങളുടെ വീട്ടു ജോലിയൊക്കെ ഒതുക്കി കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വിട്ടാൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വർക്ക് ചെയ്യാവുന്നതാണ്. എനിക്കാണെങ്കിൽ പോലും കുഞ്ഞു മോനാണ്. അപ്പോൾ നമ്മൾ അതിനെ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി സൈഡിലിരുത്തിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം എന്ന് മാത്രം. ചിലർ മിക്കവരും വർക്ക് ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്, റീൽസ് കാണുന്നുണ്ട്. ആ സമയം നമുക്ക് ഒരു എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാനുള്ള സമയമാക്കിയാൽ മാറ്റിയാൽ മതി. നമുക്ക് ഇൻട്രസ്റ്റോടുകൂടി വർക്ക് ചെയ്താൽ നല്ല ലെവൽ, അല്ലെങ്കിൽ നന്നായിട്ട് വർക്ക് ഇൻട്രസ്റ്റ് എന്താ പറയുക, പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും.
ഒരുപാട് പേര് ചെയ്യുന്നതാണ് കേട്ടോ. ഞങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ സക്സസ് ആയ ആൾക്കാർ എല്ലാവരും തന്നെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ലെവൽ കയറി സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 60 വർഷമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക 29 കൊല്ലമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ വേൾഡ് വൈഡ് 60 കൊല്ലമായിട്ട് ഇത് സക്സസ് ആയിട്ട് നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഓറിഫ്ലെയിം സക്സസ് ആയി പോകണമെങ്കിൽ ഇത് സക്സസ് ആയ ഒരു കമ്പനി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റോടുകൂടി വർക്ക് ചെയ്യുന്നവർക്ക് സക്സസ് ആകാൻ പറ്റും എന്നുള്ളത് പ്രൂഫാണത്. ഒരിക്കലും ഇത് എന്താ പറയുക ഇത് നിർത്തി പോവുമോ ഒന്നുമില്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർ വർക്ക് ചെയ്യും. പക്ഷേ എത്രയാണേലും ഇവരിങ്ങനെ സക്സസ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കമ്പനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറും, ഡ്രീം പ്രോഗ്രാമുകൾ, അതുപോലെ ഫോറിൻ ട്രിപ്പുകൾ, അതുപോലെ നമുക്ക് നമ്മുടെ ഇന്നർ ആൻഡ് ഔട്ടർ ബ്യൂട്ടിക്കുള്ള നമ്മുടെ എന്താ പറയുക നാച്ചുറലായിട്ടുള്ള മേക്കപ്പ് സാധനങ്ങൾ. മേക്കപ്പ് എന്ന് പറയുമ്പോൾ അതല്ല, മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. അതായത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ലിപ്സ്റ്റിക്ക് തൊട്ട് എന്താ പറയുക മസ്കാര തൊട്ട് നമുക്ക് ഐലൈനർ, അങ്ങനെ എല്ലാ സാധനങ്ങളും, ഫൗണ്ടേഷൻ, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ നമുക്ക് എന്താ പറയുക സ്കിൻ കെയർ സെറ്റുകളുണ്ട്. അതുപോലെ എന്താ പറയുക നമുക്ക് വെൽനസ് പ്രൊഡക്റ്റുകൾ എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് എല്ലാ തരത്തിലും ഇപ്പം നമുക്ക് ഒരു അസുഖത്തിനുള്ളൊരു പ്രൊഡക്റ്റ് അല്ല, പകരം നമുക്ക് വൈറ്റമിൻസിന് എന്താ പറയുക കറക്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളും, അതുപോലെ നമുക്ക് വണ്ണം കുറയ്ക്കണമെങ്കിൽ അങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമ്പനി. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് നല്ല ഓഫറുകൾ കിട്ടാറുണ്ട്. നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന നമുക്ക് ബ്രാൻഡ് പാർട്ട്നേഴ്സായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ ബ്രാൻഡ് പാർട്ട്നേഴ്സിന് ഇഷ്ടംപോലെ ഓഫറുകൾ കമ്പനി കൊടുക്കാറുണ്ട്. അതായത് കസ്റ്റമർ റേറ്റിൽ നിന്നൊക്കെ ഒത്തിരി റേറ്റ് കുറച്ച് നമുക്ക് കിട്ടാറുണ്ട്. നമുക്ക് ഗിഫ്റ്റുകൾ കിട്ടാറുണ്ട്. അതാണ് മെയിൻ. എൻ്റെ ഗിഫ്റ്റുകളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്തു തരാം കേട്ടോ. ഗിഫ്റ്റുകൾ നമുക്ക് എന്താ പറയുക നമ്മൾ ഇത്ര ലെവൽ അച്ചീവ് ചെയ്യുമ്പോൾ, അതായത് 160 BP കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് പ്ലെൻറ്റി പ്രോഗ്രാം ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഗിഫ്റ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് 120 കംപ്ലീറ്റ് ചെയ്താൽ പ്ലെൻറ്റി പ്രോഗ്രാം ഗിഫ്റ്റ് ഉണ്ട്. അതുപോലെ 200 ബിസിനസ് പോയിന്റ് കംപ്ലീറ്റ് ചെയ്താൽ അത് 220 നമുക്ക് എന്താ പറയുക റോയൽ ബിസിനസ് ക്വാളിറ്റി ഓഫറുണ്ട്. അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ചില റേറ്റ് കൂടുതലാണെന്ന് ചില കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അങ്ങനെ ഓഫേഴ്സ് വരുമ്പോൾ നമുക്കതിൽ ഗിഫ്റ്റുകളായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഓഫർ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്പനി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഓഫറുകളും ഗിഫ്റ്റുകളും കിട്ടണമെങ്കിൽ നിങ്ങൾ അത് ജോയിൻ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് കസ്റ്റമറായിട്ട് നമുക്ക് മേടിക്കാം. പക്ഷേ ഓഫറുകൾ കസ്റ്റമേഴ്സിനും ഉണ്ട് കേട്ടോ. കസ്റ്റമേഴ്സിനും നല്ല ഓഫറുകൾ കിട്ടാറുണ്ട്. നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കിട്ടാറുണ്ട്. പക്ഷേ കൂടുതലും ഗിഫ്റ്റുകൾ പ്ലെൻറ്റി പ്രോഗ്രാം ഗിഫ്റ്റുകൾ, അല്ലെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റുകൾ, അതുപോലെ നല്ല ഓഫറിൽ പ്രൊഡക്റ്റുകളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അത് ജോയിൻ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ജോയിൻ ചെയ്താൽ മാത്രമല്ല വർക്കും ചെയ്യണം. നമുക്ക് ബിസിനസ് പോയിന്റ് കയറി നമുക്ക് നല്ല പ്രൊഡക്റ്റുകൾ എടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു വേറെ ദിവസം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ജസ്റ്റ് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് ഓറിഫ്ലെയിം എന്നുള്ളത്. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. നമുക്ക് അതുപോലെയുള്ളത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകളൊന്നും ഡയറക്റ്റായിട്ട് നമ്മളിൽ നിന്ന് ഒരു പീപ്പിളിലേക്ക് മാത്രമേ എത്തിക്കാൻ പറ്റുള്ളൂ. ഒരു പ്ലാറ്റ്ഫോമുകളോ ഓൺലൈൻ വേറെ പ്ലാറ്റ്ഫോമുകളിലോ അല്ലെങ്കിൽ കടകളിലോ ഒന്നും വിൽക്കാൻ പറ്റില്ല. നമുക്ക് ബൾക്ക് ഓർഡറായിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കടകളിൽ ഒരിക്കലും നമുക്ക് അവൈലബിൾ അല്ല. നമ്മൾ മേടിച്ചുകൊണ്ട് കൊടുക്കാനും പാടില്ല. അങ്ങനെ കുറച്ച് നമുക്ക് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തായ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ കമ്പനിയുടെ സാധനങ്ങൾ കൊണ്ടുപോയി ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്, അവിടെയൊന്നും വിൽക്കാൻ പാടില്ല. അവിടെ കിട്ടുന്ന പ്രോഡക്റ്റുകളുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും ഒറിജിനൽ ആയിരിക്കില്ല. നിങ്ങൾ അതൊക്കെ മേടിച്ച് ഇത്ര റേറ്റ് കുറവാണല്ലോ ഇത് യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് മേടിച്ച് സൈഡ് എഫക്റ്റ് ഉണ്ടായാൽ നമ്മളെ പറയരുത്. അതുപോലെ കടകളിൽ നിങ്ങൾക്ക് ലഭ്യമല്ല. നമുക്ക് കടകളിൽ കൊടുക്കാനും പാടില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വീട്ടമ്മമാരുടെ ഒരു കൂട്ടായ്മയാണിത്, ലേഡീസിൻ്റെ. അപ്പോൾ നമുക്ക് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് എത്തിക്കണം. ഇപ്പം ഞാൻ വഴി ഒരാളിലേക്ക് സജസ്റ്റ് ചെയ്ത് ആ ആളിലേക്ക് എത്തിക്കുന്നു, ആ ആൾ സജസ്റ്റ് ചെയ്ത് ഒരാളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് മൂവ് ആവുന്നത് കേട്ടോ. അതങ്ങനെ വെച്ചാൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ പോളിസി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഒരുപാട് എന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് എത്ര പെട്ടെന്ന് എത്തുന്നത് എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ ഓൺലൈൻ ഉണ്ട്. നമ്മുടെ സ്വയം റിവ്യൂ, അതായത് ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ റിവ്യൂ എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. അതുപോലെ ഇപ്പം എൻ്റെ കയ്യിൽ നിന്നൊരു ആൾ സാധനം മേടിച്ചിട്ട് അതിന് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് ഒരാളോട് പറയുമ്പം അങ്ങനെ റിവ്യൂ പറഞ്ഞ് നമുക്ക് ഓർഡറുകൾ കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ഓർഡർ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സക്സസ് പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോൾ ഓറിഫ്ലെയിം എന്താണ് അത്യാവശ്യം തന്നെ നമുക്ക് നമ്മുടെ ഒരു പോളിസി എന്ന് പറയുന്നത് ലുക്ക് ഗ്രേറ്റ്, ഹാവ് ഫൺ, മേക്ക് മണിയാണ്. അതായത് നമ്മൾ നന്നായിട്ട് ഭയങ്കര സൗന്ദര്യമുള്ളവർ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ നല്ല ആരോഗ്യമുള്ളവരായിട്ട് നല്ല മിടുക്കരായിട്ടിരിക്കുക. അതുപോലെ നമുക്ക്
ഫണ്ണുണ്ട്, നമുക്ക് ട്രാവലുണ്ട്, അതുപോലെ നമുക്ക് മേക്ക് മണി, നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ ഇത് മൂന്നുമാണ് നമ്മുടെ ഒരു പോളിസി എന്ന് പറയുന്നത്, നമ്മുടെ ഒറിഫ്ലെയിമിൻ്റെ. അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, കാരണം ഒരുപാട് നീട്ടിക്കൊണ്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കാണാനുള്ള ഇൻട്രസ്റ്റ് പോകും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി മനസ്സിലാകാത്തുള്ളത് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം, ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് കേട്ടോ. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് ഇത് കമ്പനി എന്താണെന്നുള്ള അറിയാനുള്ള ഓപ്പർച്യൂണിറ്റി മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അത്യാവശ്യം ഇപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. ഇതിനകത്ത് ഒരു പൈസ പോലും മുടക്കാതെ നമുക്ക് ജോയിൻ ചെയ്യാം. ഫ്രീ രജിസ്ട്രേഷൻ ആണ് കേട്ടോ, ഒരു പൈസ പോലും താരം നിങ്ങളോട് മേടിക്കില്ല. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ മാത്രം എടുക്കാവുന്നേ ഉള്ളൂ. അതും നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് നമ്മുടെ ബിസിനസ് പോയിൻ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫറിൽ പ്രൊഡക്റ്റ് കിട്ടും. അത് നമ്മൾ എന്താണെങ്കിലും എടുക്കുമല്ലോ. അതുപോലെ നമുക്ക് സൂപ്പർ പ്രൊഡക്റ്റുകളുണ്ട്. സാനിറ്ററി പാഡൊക്കെ ഉണ്ട്. കോട്ടൺ സാനിറ്ററി പാഡാണ്, അടിപൊളിയാണ് കേട്ടോ. നമുക്ക് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്, ഒരു അലർജി പോലും ഇല്ലാത്ത. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് എല്ലാ ഹെൽത്തിനും നമുക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് സ്വീഡൻ. അതുപോലെ തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മളിലേക്കും, അപ്പോൾ അവരുടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് എല്ലാവരിലേക്കും ആ ഒരു ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് നോക്കി നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള വെൽനസ് ക്ലബ്ബുകളുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും തരുന്നതാണ് നമ്മുടെ കമ്പനി. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്താൽ മതി, ഇത് തരുന്നതാണ്. അപ്പോൾ ശരി, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ എന്താണെന്ന്, ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണെന്നൊക്കെ കാണിച്ചു തന്ന് നിങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ശരി, ബൈ ബൈ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക കേട്ടോ. ബൈ.